ഹായ്, റീവർസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പുതിയൊരു കണ്ടന്റ് ആണ്. നിങ്ങൾ കേട്ട് പരിചയമുള്ള ഒരു കാര്യവുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ ആത്മവിശ്വാസം കുറയുമ്പോൾ, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ തോറ്റു പോകുമ്പോൾ നമുക്ക് ഓർക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരാളുടെ കഥ, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബേർഡിന്റെ കഥ. ആ കഥയുമായിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മനുഷ്യരുടെ ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. ഫെമിലിയറായ ആ ബേർഡ് ഏതാണെന്നറിയോ? ആ പക്ഷി പരുന്താണ്. നമ്മുടെ ജീവിതത്തിലെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാറുണ്ട്, ഈ സിറ്റുവേഷൻസിനൊക്കെ നമ്മൾ എങ്ങനെ തരണം ചെയ്യും, നമുക്ക് എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യാൻ സാധിക്കുക. നമ്മൾ വിഷമിക്കും, സങ്കടപ്പെടും, കുറച്ച് പേര് റൂം അടച്ചിട്ടിരുന്ന് കരയും, ഡിപ്രഷനിലേക്ക് പോകും. പല മാനസിക സംഘർഷങ്ങളിലൂടെയും നമ്മൾ പോകാറുണ്ട്. ചിലരൊക്കെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് വീണ്ടും ഉയർത്തെണീക്കാറുമുണ്ട്. പക്ഷേ ഉയർത്തെണീക്കാൻ സാധിക്കാത്ത കുറച്ച് പേരെങ്കിലും നമുക്കിടയിലുണ്ട്. ഇന്ന് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ, അല്ലെ, കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവരെ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു നിമിഷ നേരത്തേക്കെങ്കിലും അവരെ നമ്മൾക്ക് മാറ്റി ചിന്തിപ്പിക്കാൻ കഴിയും എന്നൊരു തോട്ടോടുകൂടി എടുത്തൊരു വീഡിയോ ആണിത്. പരുന്ത് എന്താണ് ചെയ്യുന്നത്, അല്ലേ? എല്ലാ പക്ഷികളെക്കാളും ഉയരത്തിൽ പറക്കാനുള്ള കഴിവ് പരുന്തിനുണ്ട്. കാക്കയൊക്കെ കൊത്തിടുമ്പോൾ പരുന്ത് പറന്ന് പറന്ന് മുകളിലേക്ക് പോകാറുണ്ട്, അല്ലേ? ഒരു പരിധിയിൽ കൂടുതൽ മുകളിലേക്ക് കാക്കയ്ക്ക് പറക്കാൻ കഴിയില്ല. കാരണം വായു സഞ്ചാരത്തിന്റെ അളവ് ഒരുപാട് ഉയരത്തിലേക്ക് എത്തുമ്പോൾ കുറയും, ഓക്സിജന്റെ അളവ് കുറയും. പക്ഷെ പരുന്തിന് അതിനെ അതിജീവിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇതിനെ മനസ്സിനെ സജ്ജമാക്കണം. എങ്ങനെയാണ് അതിനെ മനസ്സിനെ സജ്ജമാക്കാൻ കഴിയുക? വിഷമങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം. ഒരു സങ്കടം ഉണ്ടാകുമ്പോൾ ഇതാണ് നമ്മുടെ ലൈഫിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ അവസാനമെന്ന് കരുതി വിഷമത്തിലേക്കും തകർച്ചയിലേക്കും ഒക്കെ പോകുന്ന സിറ്റുവേഷനിലേക്ക് വരാതെ നമ്മുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും, നമ്മളെ കളിയാക്കിയവരുടെ മുന്നിലും നമ്മളെ വിഷമിപ്പിച്ചവരുടെ മുന്നിലും തല ഉയർത്തിപ്പിടിച്ച് എനിക്ക് എല്ലാത്തിനും സാധിക്കും എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകാനും കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് പരുന്തിന്റെ കഥയുമായി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അമ്മ വഴക്ക് പറഞ്ഞതിന്റെ പേരിലും അച്ഛൻ തല്ലിയതിന്റെ പേരിലും ആത്മഹത്യ ചെയ്യുന്ന കുഞ്ഞുങ്ങളുള്ള നാട്. ആ കുഞ്ഞുങ്ങളെ അതിലേക്ക് തള്ളിവിടുന്ന നമ്മളെ പേരന്റിങ്ങിന്റെ കുഴപ്പമാണ്. കുഞ്ഞുങ്ങളെ എല്ലാം ചെയ്തു കൊടുത്ത് അവരുടെ കൈകളിലേക്ക് എല്ലാം എത്തിച്ചു കൊടുത്ത് അവരെ ഒന്നിനും കൊള്ളില്ലാത്തവരായി മാറ്റാൻ നമ്മുടെ പേരന്റിങ്ങിന് കഴിയുന്നു. അവരെ സ്വയം ജീവിക്കാൻ സമ്മതിക്കാതെ, അല്ലെങ്കിൽ അവർ ജീവിതത്തിലൂടെ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും അവർ ജീവിതത്തിലൂടെ മനസ്സിലാക്കാതെ പോകുന്നു. അവരുടെ കൈകളിലേക്ക് എല്ലാം അനായാസമായി ഈസി ആയിട്ട് എത്തിപ്പെടുന്നു. ആ എത്തിപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് അച്ഛൻ വഴക്ക് പറയുന്നതും അമ്മ വഴക്ക് പറയുന്നതും അച്ഛനൊരു ഈർക്കലി കൊണ്ട് തല്ലുന്നതും അമ്മയൊന്നൊരു ഈർക്കലി കൊണ്ട് തല്ലുന്നൊന്നും സഹിക്കാൻ കഴിയാതെ കുഞ്ഞുങ്ങൾ ആത്മഹത്യയുടെ വക്കിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഈ പരുന്തിന്റെ കഥ ഒരു ഉദാഹരണമാണ്. കാരണം പരുന്ത് എന്താണ് ചെയ്യുന്നത്? അതിന്റെ കുഞ്ഞിന് ചിറകിന് പക്വത എത്തുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ പറക്കാൻ പ്രായമാകുന്നതിന് മുമ്പേ കൂട്ടിൽ നിന്ന് കൊത്തി താഴേക്കിടും. കുഞ്ഞു ചിറകുകൾ മുറിയും. ആ കുഞ്ഞു ചിറകുകൾ മുറിഞ്ഞ് ചോര പൊടിയും. വീണ്ടും പരുന്ത് പൊക്കിയെടുത്ത് കൂട്ടിക്കൊണ്ട് വെക്കും. തന്റെ കുഞ്ഞ് തനിയെ പറക്കാറാകുന്ന നിമിഷം വരെയും ഈ അമ്മക്കിളി അത് ചെയ്തുകൊണ്ടേയിരിക്കും. തന്റെ കുഞ്ഞിന്റെ ചിറകിൽ നിന്ന് രക്തം പൊടിഞ്ഞാലോ അതിന് സങ്കടം ഉണ്ടായാലോ അമ്മക്കിളി ഇത് കാര്യമാക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? അമ്മക്കിളിക്ക് അറിയാം, ഇവന് തനിയെ പറക്കാനും തനിയെ ഉയർന്ന് മുന്നോട്ട് പോകാനും സ്വയം തീറ്റ തേടാനും ഇര പിടിക്കാനും അതിന് ശേഷി ഉണ്ടാകണമെങ്കിൽ ചെറിയ ചെറിയ വേദനകളെ സഹിച്ചേ പറ്റൂ. നമ്മുടെ മനുഷ്യരുടെ കാര്യം എടുത്താൽ അത് അങ്ങനെ തന്നെയാണ്. കുഞ്ഞു കുഞ്ഞു വേദനകളെ സഹിക്കാൻ കഴിവില്ലാത്ത വ്യക്തിത്വത്തിനുടമകളാണ് ആത്മഹത്യയിലേക്കും വിഷാദ രോഗങ്ങളിലേക്കും ഒക്കെ പോകുന്നത്. നമ്മളെപ്പോലെയുള്ളവർക്ക് കുറച്ചു കുറച്ച് മാറി ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ തലമുറയെ പുതിയൊരു തലമുറയാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഓരോരുത്തർക്കും അതിനുള്ള കഴിവുണ്ട്. എന്തിനാണ് വിഷാദ രോഗത്തിലോട്ട് പോകുന്നത്? എന്തിനാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്? ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എൻഡ് ആണോ? അല്ല. എല്ലാത്തിനും ഉപരി നമുക്ക് എല്ലാത്തിനും ഒരു യൂണിവേഴ്സ് എല്ലാത്തിനും വേണ്ട വിരുന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ട വിരുന്ന് യൂണിവേഴ്സിന്റെ ഉള്ളിലുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിലൂടെ, നമ്മുടെ ജീവിതത്തിന്റെ ദിനചര്യകളിലൂടെ നമുക്ക് പ്രാപ്യമായവയാണ്. കാരണം എന്താണ്? ഈ ഭൂമിയിൽ അതിന്റെ ഊർജ സ്രോതസ് ഒരു മനുഷ്യന്റെ ചിന്തകൾക്കപ്പുറമാണ്, നമ്മുടെ ആഗ്രഹങ്ങൾക്കപ്പുറമാണ്. നമ്മൾ എന്താഗ്രഹിക്കുന്നു എന്നതിലല്ല കാര്യം, നമ്മളത് എങ്ങനെ ആഗ്രഹിക്കുന്നു എന്നതിലാണ് കാര്യം. നമ്മൾ എന്താഗ്രഹിച്ചാലും തരാൻ തക്ക കഴിവ് ഈ യൂണിവേഴ്സിലുണ്ട്. പക്ഷെ അതെങ്ങനെ ആഗ്രഹിക്കുന്നു എന്നതിനപ്പുറത്തോട്ടാണ് അത്
ഒരാളുടെ കൈകളിലേക്ക് ഈസി ആയിട്ട് കൊടുക്കണോ അല്ലെങ്കിൽ പതുക്കെ കൊടുക്കണോ എന്ന് യൂണിവേഴ്സ് തീരുമാനിക്കുന്നത്. കണ്ണടച്ച് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പുറകെ പോകുക, നമ്മുടെ വിഷമങ്ങൾക്ക് വിരാമമിടുക. വിഷമങ്ങളുടെ പുറകെ പോകാതെ നമ്മുടെ ആഗ്രഹങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുക. വിഷമങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണ്, പാർട്ട് ഓഫ് ദ ലൈഫാണ്. അതിന് പുതിയൊരു മുഖമില്ല. കാരണം എന്താണ്, ഒരു ബസ്സിൽ എത്രയോ ആൾക്കാർ കയറുന്നു, എത്രയോ ആൾക്കാർ വഴിയിൽ വെച്ച് ഇറങ്ങുന്നു. കുറച്ചുപേരെ നമുക്ക് അറിയാവുന്നവരായിരിക്കും, പക്ഷെ ഒരു യാത്രയിൽ അധികം ആരെയും അറിയാൻ പാടില്ലാത്തവരായിരിക്കാം. ഒരു ഒരു സഹപ്രവർത്തകനോട് അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാളോട്, ആള് ഈ നമ്മുടെ മലയാളിയല്ല, ഞങ്ങൾ റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ താങ്കൾക്ക് വിഷമം ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ 2-3 പേര് ചോദിച്ചപ്പോൾ പുള്ളി എടുത്തടിച്ച് നമുക്കൊരു മറുപടി പറഞ്ഞു. പക്ഷെ അത് ഒരാളെ വിഷമിപ്പിച്ചു, പക്ഷെ എന്നെ അത് ചിന്തിപ്പിച്ചു. കാരണം എന്താണ് പറഞ്ഞു, ഒരു ബസ്സിൽ എത്ര യാത്രക്കാർ കയറുന്നു, എല്ലാവരും അന്ത്യം വരെ കൂടെ ഉണ്ടാവില്ല. എല്ലാവർക്കും അവരവരുടെ ആവശ്യമുള്ള സ്റ്റോപ്പുകളിൽ ഇറങ്ങുകയും അവരവരുടെ ലൈഫിലേക്ക് പോവുകയും ചെയ്യുന്നു. അതുപോലൊക്കെയാണ് നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആരൊക്കെ എവിടെ വെച്ച് പോകുന്നു എന്നതിലുള്ള കാര്യം. നമ്മുടെ ലൈഫ് എന്താണ്, എങ്ങോട്ടാണ് എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ ഈ ബിസി ഷെഡ്യൂളിൽ എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ കൂടെ നിന്ന് കേട്ട വ്യക്തിക്ക് ഒരല്പം വിഷമം തോന്നി. ഇത്രയും ക്ലോസ് ആയിട്ട് ഇടപെട്ട ഒരാളുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്കുണ്ടായപ്പോൾ വിഷമം തോന്നി. പക്ഷെ അത് എന്നെ ചിന്തിപ്പിച്ചു. ശരിയാണ് പറഞ്ഞത്. ഒരു ബസ്സിൽ എത്ര ആൾക്കാർ കയറുന്നു, അവരെല്ലാവരും നമ്മുടെ പരിചയക്കാരാണോ, നമ്മുടെ സഹോദരങ്ങളാണോ? അല്ല. പക്ഷെങ്കിൽ ഒരു പുഞ്ചിരിയിൽ ഒതുങ്ങി ഒരു പുഞ്ചിരിയിൽ തീരുന്ന ബന്ധം മാത്രമാണ്, അല്ലേ? അപ്പൊ അതാണ് ജീവിതത്തിലെ വിഷമങ്ങളെന്ന് നമുക്ക് കരുതാൻ കഴിയണം. കാരണം എന്താണ്, ഈ നിമിഷവും കടന്നുപോയി അടുത്ത നിമിഷത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള നിമിഷത്തിൽ നമുക്ക് ജീവിതത്തെ എന്തുകൊണ്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൂടാ? വിഷമങ്ങൾ താൽക്കാലികമാണ്, സങ്കടങ്ങൾ താൽക്കാലികമാണ്, സന്തോഷവും താൽക്കാലികമാണ്. അപ്പം ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ പരുന്തിന്റെ കഥ നമ്മുടെ പകുതിയിൽ നിൽക്കുകയാണ്. പരുന്തിന്റെ കഥയുമായിട്ട് നിഗൂഢിക്കാം. ഒരുപാട് വിഷമങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരികയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാറുകയും അല്ലെങ്കിൽ ഒരു മുറിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. പരുന്തും ഒരുപാട് യാതനകളൊക്കെ സഹിച്ച് അതിന്റെ ഒരു പ്രായത്തിന്റെ ഒരു പകുതിയിൽ എത്തുമ്പോൾ തന്റെ ചിറകൾക്ക് കനം കൂടുകയും അധിക ദൂരം പറന്നു പോകാനൊന്നും സാധിക്കില്ല എന്ന് തോന്നുകയും ചെയ്യുന്ന നിമിഷത്തിൽ അതെന്ത് ചെയ്യും? അധികം ആരും ശല്യം ചെയ്യാത്ത എവിടെയെങ്കിലും അത് ദൂരെ ഒരു കുന്നിന്റെ മുകളിലേക്ക് പറന്നു പോകും. പറന്നു പോയിട്ട് അവിടെ നിന്ന് തന്റെ പ്രായമായ, തനിക്ക് പറക്കാൻ യോഗ്യമില്ലാത്ത ചിറകിനെ കൊത്തി മാറ്റുകയും പിന്നെ പുതിയ ചിറക് വരുന്നത് വരെ കാത്തിരിക്കുകയും ചെയ്യും. വേദനാജനകമായ ഒരു കാലഘട്ടം, ഒരു 6 മാസക്കാലം സ്വയം ഒതുങ്ങി ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ഒരു സന്യാസ തുല്യമായ ജീവിതത്തിലേക്ക് പരുന്ത് മാറുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പുതിയ ചിറകുകൾ വരികയും പുതിയ നഖങ്ങൾ മുളയ്ക്കുകയും ചെയ്ത് അതിന്റെ ആകാശത്തിന്റെ ആ ഒരു അളവിലേക്ക് അല്ലെങ്കിൽ അത്രത്തോളം തനിക്ക് പറന്നുയരാൻ സാധിക്കുമോ അത്രത്തോളം ഉയരത്തിലേക്ക് പരുന്ത് പറന്നിറങ്ങും പുതിയ യൗവനവുമായിട്ട്. അതുപോലൊക്കെ തന്നെയാണ് മനുഷ്യന്. ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ജീവിതത്തിന്റെ ഇതാണെന്ന് ഓർക്കാതെ തനിക്കൊരു പിൻവാങ്ങൽ ആവശ്യമാണെങ്കിൽ ആ ഒരു പിൻവാങ്ങൽ മെഡിറ്റേഷൻ ആകാം, ധ്യാനമാകാം, സൈലൻസ് ആവാം. നിങ്ങളെ പുനർജീവിപ്പിക്കാൻ നിങ്ങൾക്ക് എന്താണോ യൂസ്ഫുൾ ആവുന്നത് അത് യൂസ് ചെയ്യുക. സൈലൻസ് ആകുക. നിങ്ങൾ പതുക്കെ പരുന്തിനെ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പറന്നിറങ്ങുക. നിങ്ങളെ കളിയാക്കിയവരും നിങ്ങളെ വിഷമിപ്പിച്ചവരും നിങ്ങളെ ആകെ മൊത്തം ഡിപ്രഷനിലാക്കിയവരും അതിശയിക്കും നിങ്ങളുടെ പുനർജന്മം കണ്ട്. അപ്പൊ കൂടെ കൂടാൻ ഒരുപാട് പേര് വരും. ആരെ കൂടെ കൂട്ടണം, ആരെ തഴയണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു മൊമെന്റ് ആയിരിക്കും അത്. ഈ ഒരു ചിന്തയിലൂടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു കണ്ടന്റുമായി നിങ്ങൾക്കരികിലേക്ക് വരും വരെ ബൈ.